മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നേരിട്ടിറങ്ങി റോഡ് പരിശോധിച്ച് റോഡിനാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ആരോടാണ് പറയേണ്ടത്? സത്യത്തിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി മാധ്യമങ്ങളിലൂടെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാകരുത് ഇത്തരം കാര്യങ്ങളെന്ന് മാത്രം പറയുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് അറിയേണ്ടതുണ്ട്. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടം അപകട സ്ഥലത്ത് സ്വന്തമായി വാഹനം ഓടിച്ച് പരിശോധിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പനയമ്പാടത്തെ അപകടത്തിനിടയാക്കിയത് അടിയന്തര പരിഷ്കരണമാണ് എന്ന് മന്ത്രി നിർദ്ദേശിച്ചു. സ്വന്തം വാഹനത്തിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയും തിരികെ എത്തുകയും ചെയ്താണ് അദ്ദേഹം റോഡിന്റെ അവസ്ഥ പരിശോധിച്ചത്. റോഡ് അടിയന്തരമായി നവീകരണം ആവശ്യമാണ് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇതിന് പണം വേണം. തുക ഹൈവേ അതോറിറ്റി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ നൽകിയില്ല എങ്കിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപകടം നടന്ന പ്രദേശത്ത് കയറ്റം കയറി വരുന്ന സമയം ജംഗ്ഷനോട് അടുക്കുമ്പോൾ ഓടിക്കുന്നയാൾക്ക് സ്വാഭാവികമായും വണ്ടി വലത്തോട്ട് പിടിക്കുവാനുള്ള പ്രവണതയുണ്ടാകുമെന്ന് സ്വന്തമായി വാഹനം ഓടിച്ചു നോക്കിയ മന്ത്രി വ്യക്തമാക്കി. വാഹനം ഓടിക്കുന്നവരെ തെറ്റ് പറയാൻ കഴിയില്ല. റോഡ് നിർമ്മിച്ചിരിക്കുന്നതിലെ അപാകതയാണ് ഇത്. ഒരു വശത്ത് 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. സ്വാഭാവികമായും ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തേക്ക് കയറി വരും. അങ്ങനെ വലത്തേക്ക് കയറി വന്ന ലോറിയുടെ പിൻഭാഗം സിമന്റുമായി വന്ന ലോറിയിൽ തട്ടുകയും ലോറി കുഞ്ഞുങ്ങളുടെ മേൽ മറിയുകയുമായിരുന്നു. പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. അതിനാൽ തന്നെ ആദ്യം ചെയ്യാൻ പോകുന്നത് മാർക്കിനെ 2 മീറ്റർ മാറി നടുവിലൂടെ ഡിവൈഡർ വെക്കുക എന്നതാണ്. ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വണ്ടി തെറ്റുന്നതിന് അടിസ്ഥാനപരമായി പരിഹാരമുണ്ടാകണം. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും സംസാരിക്കും. PWD മന്ത്രിയുമായും കൂടിയാലോചനയ്ക്ക് നടത്തിയ ശേഷമാകും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കം ഉള്ളവരെ അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കും. 2021 ശാന്തകുമാരി MLAയുടെ പരാതി ലഭിച്ചിരുന്നു. മുൻ മന്ത്രിക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം അപകട മേഖലയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ശുപാർശകൾ ഒന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിരുന്നില്ല. അവർ ചെയ്ത നിർമ്മാണത്തിന്റെ അപാകതയാണ് അപകടത്തിന് കാരണം. നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിൽ നിന്ന് നൈസായിട്ട് കാര്യമൂരി നാഷണൽ ഹൈവേയുടെ തലയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവർ തമ്മിൽ ഇനി അടിച്ചുകൊള്ളുമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക്. പക്ഷെ ആരൊക്കെ തമ്മിലടിച്ചാലും ശരി, ആ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം ഒരിക്കൽ പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് റോഡിന്റെ പ്രശ്നമായിക്കോട്ടെ, ഓടിച്ചയാളുടെ പ്രശ്നമായിക്കോട്ടെ, ആരുടെ തന്നെ പ്രശ്നമായാലും 4 പെൺമക്കളുടെ 4 പെൺഭാവികരുടെ കഴുത്തിലാണ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത്. ആ 4 പേരാണ് ഇല്ലാതെയായിരിക്കുന്നത്. റോഡിലിറങ്ങി എന്താണ് കാരണമെന്ന് പരിശോധിക്കാനുള്ള, നിരീക്ഷിക്കാനുള്ള മനസ്സെങ്കിലും ഗണേഷ് കുമാർ കാണിച്ചല്ലോ എന്നുള്ള കൈയടികൾ കിട്ടുകയാണ്.